ഏനാമാവ് റെഗുലേറ്റർ നവീകരണം കേസിൽ കക്ഷി ചേരാൻ ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. കോടതി പരാമർശത്തിന്റെ പേരിൽ കെ പി വിശ്വനാഥിന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കെ പിയുടെ രാജി തിളക്കമാർന്ന നിലപാടുകളുടെ അടയാളമെന്നും രമേശ് ചെന്നിത്തല. ശക്തമായ കാറ്റിൽ വഴുക്കുംപാറയിൽ മരം വീണ് 14 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. 2 ട്രാൻസ്ഫോർമറുകൾക്കും കേടുപാടുകൾ. മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വല്ലൂർ സ്വദേശി അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കർഷകർക്ക് ആശ്വാസമായി നേന്ത്രക്കായയ്ക്ക് വിപണിയിൽ വിലയേറുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള വരവും കേരളത്തിലെ വിളവെടുപ്പും കുറഞ്ഞതാണ് നേന്ത്രക്കായയ്ക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ഏനാമാവ് റെഗുലേറ്റർ നവീകരണം സംബന്ധിച്ചുള്ള നടപടികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ നൽകിയ സാഹചര്യത്തിൽ ജില്ലാ കോൾ കർഷക സംഘം കേസിൽ കക്ഷി ചേരും. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് യോഗമാണ് കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. പുഴയിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതെ സംരക്ഷിക്കുന്നതും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും പടിഞ്ഞാറോട്ട് വരുന്ന അമിത മഴവെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതും ഏനാമാവ് റെഗുലേറ്റർ വഴിയാണ്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ഏനാമാവ് റെഗുലേറ്റർ നവീകരിക്കാൻ RKY പദ്ധതി പ്രകാരം 8.5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ കാലാവധി 2025 മെയ് 31 അവസാനിക്കും. നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് ജില്ലാ കോൾ കർഷക സംഘം കേസിൽ കക്ഷി ചേരുന്നത്. കോടതി പരാമർശത്തിന്റെ പേരിൽ കെ പി വിശ്വനാഥിന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല. കെ പി വിശ്വനാഥിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി വിധി എതിരായിട്ടും രാജിവെക്കാൻ തയ്യാറാകാത്തവരാണ് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ. എന്നാൽ കോടതി പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിഞ്ഞവർ നിരവധി പേരുണ്ട് UDF-ൽ. താൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്താണ് കെ പി വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്. അത് തെറ്റായിപ്പോയെന്ന് തനിക്കും ഉമ്മൻചാണ്ടിക്കും പിന്നീട് മനസ്സിലായെന്നും ചെന്നിത്തല പറഞ്ഞു. പുതുക്കാട് അളഗപ്പ് നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നിർധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. നേതാക്കളായ അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, MK പോൾസൻ, സുന്ദരൻ കുന്നത്തുള്ളി, ജോസഫ് ടാജറ്റ്, K ഗോപാലകൃഷ്ണൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും മറിച്ച് നാട് മുഴുവൻ അതൊരു ദൗത്യമായി ഏറ്റെടുക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരള കാർഷിക സർവകലാശാല കൂടപ്പുഴ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖല അടിമുടി ആധുനിക സംവിധാനത്തിലേക്ക് മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MP അനൂപ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, മിൽമ ചെയർമാൻ MT ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അവരെ നെല്ല് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏറ്റെടുത്ത സമയത്ത് പണം കൊടുക്കുന്നില്ല. അതെന്നെ എടുക്കുന്ന നെല്ലുകാരോട് കിഴിവ് ആവശ്യപ്പെടുന്നു. സൂദനൻ, MD ഡേവിഡ്, ശ്രീമതി N വീണ, പ്രിയങ്കരായ വഴുക്കുംപാറ ഉറവംപാടത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് 14 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 10-ാം കല്ല് ഉറവുംപാടം കുടിവെള്ള ടാങ്ക് റോഡിനോട് ചേർന്നാണ് മരം വീണത്. 2 ട്രാൻസ്ഫോർമറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അഴീക്കോട് കൊട്ടിക്കലിൽ അപകടാവസ്ഥയിലായ മരം വെട്ടിമാറ്റുന്നതിനിടയിൽ ഒടിഞ്ഞുവീണ വൈദ്യുതി തൂണും വീടും തകർന്നു. കൊട്ടിക്കൽ പൂമരം റെസിഡൻസ് പരിസരത്ത് താമസിക്കുന്ന പെട്ടിക്കാട്ടിൽ അനിക്കുട്ടന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വൈദ്യുതി ലൈനിനു സമീപത്ത് നിന്നിരുന്ന മരം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടുകാർ KSEB-യിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു.
താമസിച്ചിരുന്ന വീടാണ്. ഇന്ന് രാത്രി ഇത് പരുത്തിഞ്ഞ ഇങ്ങനെ ഓടിയാണ് സൗണ്ട് കേട്ടിട്ട് നോക്കിയാണ്. അപ്പോൾ ലൈൻ കൂട്ടി KCBയിൽ രാത്രിയാണ് പോയി പറഞ്ഞ് അവർ ലൈൻ ഓഫ് ചെയ്തു. ഇന്ന് രാവിലെ വെട്ടിക്കാൻ പറഞ്ഞ് അത് വെട്ടണ സമയത്താണ് പരുത്തി മറിഞ്ഞ് വീടിന് മുകളിൽ വീണത്. കുന്നംകുളം ചെമ്മണ്ണൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വലൂർ സ്വദേശിയും നിലവിൽ കുന്നംകുളം ചെമ്മണ്ണൂരിലെ വാടക വീട്ടിൽ താമസക്കാരനുമായ അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സര വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതി മേഖലയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 പേർക്ക് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രതി കഞ്ചാവുമായി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, ശിവശങ്കരൻ, സുനിൽ ദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ്, ഗണേശൻ പിള്ള, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓണക്കാല വിലക്കുറവ് സൃഷ്ടിച്ച തളർച്ചയിൽ നിന്നും കർഷകർക്ക് ആശ്വാസമായി നേന്ത്രക്കായയ്ക്ക് വിപണിയിൽ വിലയേറുന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള നേന്ത്രക്കായയുടെ വരവും കേരളത്തിലെ വിളവെടുപ്പും കുറഞ്ഞതാണ് നേന്ത്രക്കായയ്ക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ കിഴക്കൻ മേഖലയിൽ നേന്ത്രവാഴ കൃഷി വ്യാപകമാണ്. തണ്ടുതുരപ്പൻ പുഴുവിന്റെ ശല്യവും കാലം തെറ്റിപ്പെയ്ത മഴ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രതിസന്ധിയാകുമ്പോഴും നേന്ത്രക്കായ കർഷകർക്ക് ഇത് നല്ല കാലമാണ്. ഓണക്കാലം മോശമായിരുന്നു. ഓണക്കാലം ഇപ്പോൾ ധാരാളം ഈ ഓണം മാർക്കറ്റ് സീസൺ അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം ഈ കായയും പച്ചക്കറിയൊക്കെ വരുന്നതിൻ്റെ പേരിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വില കൂടുതൽ കിട്ടാറില്ല. ഇപ്പോഴാണ് ഈ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് ഈ കായ വരാത്തതിൻ്റെ പേരിൽ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല വിലയും കിട്ടുന്നു. വിപണിയിൽ ധാരാളം ആവശ്യക്കാരുണ്ട്. ഇന്ന് ഇപ്പോൾ പഴത്തിന് 80 രൂപയാണ്, 1 കിലോത്തിന് 80 രൂപയാണ്. നമുക്ക് ഒരു 60-65 രൂപയോളം നമുക്ക് തോട്ടത്തിൽ ഇപ്പോൾ പറിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന തലയിൽ വീണ് മരിച്ച ബൈക്ക് യാത്രക്കാരിയായ പുതുക്കാട് സ്വദേശി ആൻ മരിയയുടെ സംസ്കാരം നടന്നു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാരം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ദാരുണമായ സംഭവം. പാലക്കാട് കഞ്ചിക്കോട് താമസിക്കുന്ന പുതുക്കാട് സ്വദേശി വിൽസന്റെയും കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ജീനയുടെയും മകളായ 21 വയസ്സുള്ള ആൻ മരിയയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽത്താഫിനെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയാണ് ആൻ മരിയ. കട്ടപ്പനയിൽ നിന്ന് കോതമംഗലത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു അപകടം. റോഡിന്റെ സമീപത്ത് നിന്നിരുന്ന പനമരമാണ് കാട്ടാന കുത്തിമറിച്ചിട്ടത്. ബൈക്കിന്റെ പുറകിലിരുന്ന ആൻ മരിയയുടെ തലയിലേക്കാണ് പന വീണത്. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി യമഹ ബൈക്ക് മോഷ്ടിച്ച സംഘത്തിലെ 3 പേർ കൂടി പിടിയിലായി. മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുമേജ്, കണ്ടംകുളം കോന്നംപറമ്പിൽ അഭിനവ്, അഴീക്കോട് തയ്യിൽ വീട്ടിൽ വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പറവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പ്രതികൾ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു. SIമാരായ K സാലിം, KG സജിൽ, ഗ്രേഡ് ASI PG ഗോപകുമാർ, ഗ്രേഡ് SCPO ഗിരീഷ്, CPOമാരായ ഷമീർ, വിഷ്ണു, അഖിൽ രാജ്, അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട്, കുതിരപ്പാടം പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ഒരുക്കങ്ങളായി. 160 ഏക്കർ പാടശേഖരത്ത് ഉമ വിത്താണ് കർഷകർ കൃഷി ചെയ്തത്. ഡിസംബർ 20 മുതൽ കൊയ്ത്ത് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. പരീക്ഷണാടിസ്ഥാനത്തിൽ 2.5 ഏക്കർ പാടത്ത് നടത്തിയ ചേറ്റുവിതയുടെ കൊയ്ത്ത് പൂർത്തിയായി. മഴ മൂലം ചേറ്റുവിത നഷ്ടത്തിലായതായി കർഷകർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസിൽ കർഷകർ അപേക്ഷ നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തിയതായി കർഷകർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ IK ഗോവിന്ദൻ നേതൃത്വം നൽകിയ പാനൽ സമ്പൂർണ്ണ വിജയം നേടി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, PP സ്റ്റാൻലി, മിനി സഹദേവൻ, മുഹമ്മദ് ഷെരീഫ്, സതി പ്രതാപൻ, സോണി, ലെനീഷ് നന്ദിക്കര, ശശികുമാർ, 11K ഡിൽഷൻ, ഹൌസിയ അനീസ് എന്നിവരാണ് വിജയിച്ച മറ്റ് സ്ഥാനാർത്ഥികൾ. ബാങ്ക് ഭരണം പിടിക്കാൻ BJP തങ്ങളുടെ നഗരസഭാ കൌൺസിലർമാരിൽ ചിലരെ രംഗത്തിറക്കിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. LDF മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല.
ദക്ഷിണേന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭയാണ് രാമു കാര്യാട്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചേറ്റുവയിൽ രാമു കാര്യാട്ട് സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കലാകാരന്മാർക്ക് ഒരിടം നൽകുന്ന തിയേറ്റർ കൂടി ഉണ്ടാകുന്നു എന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശൻ, MP സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി, വിജിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അതിന്റെ ആമുഖങ്ങളിൽ രാമു കാര്യാട്ടിന്റെ ഒരു പേരുണ്ടാവും. ഇരിഞ്ഞാലക്കുട ആനന്ദപുരത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. നേരെപ്പറമ്പിൽ 73 വയസ്സുള്ള പോൾ ആണ് മരിച്ചത്. ആനന്ദപുരം നമ്പിയൻകാവ് റോഡിൽ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം വ്യാഴാഴ്ചയാണ് അപകടം ഉണ്ടായത്. കേരള കലാമണ്ഡലത്തിൽ കഥകളി അവതരണവുമായി വീണ്ടും വനിത. ഒരു കാലത്ത് കഥകളിയിൽ സ്ത്രീകളുടെ വേഷം പുരുഷന്മാർ മേക്കപ്പ് ചെയ്താണ് അഭിനയിച്ചിരുന്നത്. ആ കാലം മാറി എന്ന് തെളിയിച്ചാണ് സ്ത്രീവേഷവുമായി നന്ദിത അരങ്ങിലെത്തിയത്. കഥകളി പ്രേമികൾക്ക് ഇത് വേറിട്ട അനുഭവമായി മാറി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മെമ്പറും നൃത്താധ്യാപികയുമായ അജിത രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കഥകളിയിലെ വടക്കൻ കളരി അധ്യാപകൻ M മുകുന്ദൻ കഥകളിയെപ്പറ്റി അവതരണം നടത്തി. തുടർന്ന് ഭഗവധം കഥകളി അരങ്ങേറി. ഭീമനായി R ആദിത്യൻ, ഹിഡുംബിയായി നന്ദിത എന്നിവർ എന്ന വിദ്യാർത്ഥിനിയും അരങ്ങിലെത്തി. സംഗീതത്തിൽ വിനീഷും കാർത്തികും, ചെണ്ടയിൽ അദ്രജ്, ഇടക്കയിൽ ശ്രീശങ്കർ, മദ്ദളത്തിൽ ആകാശ്, ചുട്ടിയിൽ MA അർജുൻ എന്നിവരായിരുന്നു പിന്നണിയിൽ. വെള്ളറക്കാട് സെന്ററിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായി നീർക്കാക്കകൾ വസിച്ചിരുന്ന ആൽമര കൊമ്പുകൾ മുറിച്ചു നീക്കി. കടങ്ങോട് പഞ്ചായത്തിലെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളറക്കാട് പള്ളിക്ക് സമീപമുള്ള ആൽമരത്തിലെ നീർക്കാക്കകൾ വർഷങ്ങളായി കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. നീർക്കാക്കകൾ കാഷ്ടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരിക്ക് പോകുന്ന കാൽനട യാത്രക്കാരും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും റോഡിന് വലതുഭാഗത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരുന്നു. നീർക്കാക്കകളുടെ പ്രജനന സമയം കഴിഞ്ഞ് ഒഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ മുറിക്കാൻ സാധിക്കൂ എന്ന നിർദ്ദേശം നിലനിന്നിരുന്നതിനാലാണ് നീർക്കാക്കകൾ ഒഴിഞ്ഞു പോകുന്നതുവരെ കാത്തുനിൽക്കേണ്ടി വന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ സാന്നിധ്യത്തിലാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. വെള്ളറക്കാട് പള്ളി സെന്ററിലെ ആൽമരം ജനങ്ങൾക്ക് നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നീർക്കാക്കകൾ ആശ്രയിച്ചതിന്റെ ഭാഗമായി അപകടങ്ങൾ സംഭവിക്കുന്ന രീതി ഉണ്ടാവുകയും ചെയ്തപ്പോൾ നിരന്തരമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെടുക്കുകയും മുറിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് ആ പണി നടക്കുകയാണ്. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ നടത്തിയ ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി റോഷൻ PR ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. ഇൻലൈൻ സ്പീഡ് സ്കേറ്റിംഗിൽ കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു താരം ഗോൾഡ് മെഡൽ നേടുന്നത്. തൃശൂർ സ്വദേശി റിജോഷിന്റെയും ശ്രീജയുടെയും മകനാണ് റോഷൻ. കുരീച്ചിറ സെയിന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സനൂബ് സലീമിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ഗ്രീൻ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടത്തുന്ന തൃശൂർ ഫ്ലവർ ഷോയുടെ ലോഗോ പ്രകാശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് സെബി ഇരിമ്പൻ, സെക്രട്ടറി മനോജ് മുണ്ടപ്പാട്ട്, വൈസ് പ്രസിഡന്റ് ഷജീദ്, ജോയിന്റ് സെക്രട്ടറി P മുഹമ്മദ് ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 10 മുതൽ 22 വരെ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അനിതര സാധാരണമായ മെയ്വഴക്കത്തോടെയും പിഴയ്ക്കാത്ത ചുവടുകളോടെയും റുമൈസ ഫാത്തിമ ഗിന്നസ് റെക്കോർഡിലേക്ക് നടന്നു കയറി. ചടുലതയും സൂക്ഷ്മതയും ഒത്തുചേർന്ന മെയ്വഴക്കത്തോടെ 4 മണിക്കൂർ 33 മിനിറ്റ് 12 സെക്കൻഡ് സമയം തുടർച്ചയായി ഹൂലാഹൂപ്പ് പ്രകടനം നടത്തിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ
റുമൈസ ഗിന്നസ് റെക്കോർഡിട്ടത്. 1 മണിക്കൂർ 48 മിനിറ്റ് എന്ന റെക്കോർഡാണ് ഈ മിടുക്കി തകർത്തത്. വൈക്കം സത്യാഗ്രഹ ഹാളിൽ നടന്ന പരിപാടിയിൽ നൃത്തം ചെയ്തും എഴുത്തും വരയും നടത്തിയും ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് റുമൈസ റെക്കോർഡിട്ടത്. മോൻസ് ജോസഫ് MLA റുമൈസ ഫാത്തിമയുടെ ഗിന്നസ് റെക്കോർഡ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP റുമൈസയ്ക്ക് അഭിനന്ദനവുമായി എത്തി. കൊടുങ്ങല്ലൂരിലെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മേത്തല മാനംകേരിയിൽ മുഹമ്മദ് റഫീഖിൻ്റെയും സിനിയ റഫീഖിൻ്റെയും മകളുമാണ് റുമൈസ ഫാത്തിമ. TCV കൊടുങ്ങല്ലൂർ. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. പള്ളിയങ്കണത്തിൽ നടന്ന മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. പേരകം സെന്റ് മേരീസ് ഇടവക ടീം 1ാം സ്ഥാനവും ബെലുപാടം സെന്റ് ജോസഫ് ഇടവക ടീം 2ാം സ്ഥാനവും തൃശൂർ വോയിസ് ഓഫ് ഏഞ്ചൽസ് ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന യോഗം തൃശൂർ അതിരൂപത ഗായക സംഘം ഡയറക്ടർ ഫാദർ ബിജു പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷനായി. ഫാദർ സിബി ചെറുതോട്ടിൽ, KG ബേബി, ഷോബി ജോൺ എന്നിവർ നേതൃത്വം നൽകി. കാറളം നന്ദിയിലെ പാടശേഖരത്തിൽ അറവു മാലിന്യം തള്ളിയതായി പരാതി. സംഭവത്തെ തുടർന്ന് കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും കാട്ടൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പോട്ട സ്വദേശി മാഹിനാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കാറളം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NR രതീഷ് പറഞ്ഞു. വാർഡ് അംഗം അമ്പിളി റെനിലും സ്ഥലത്തെത്തിയിരുന്നു. വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. ഈ നായ്ക്കളും കാക്കയൊക്കെ ഈ മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. അപ്പോൾ തുടർന്ന് ഇവിടെ നമ്മളുണ്ടായിരുന്ന ആളുകളുടെ അന്വേഷണം നടത്തിയപ്പോൾ ഒരു മെറൂൺ കളർ കാറാണെന്നും അതിൻ്റെ നമ്പർ 31-32 ആണെന്നും നമുക്ക് ഒരു ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമീപത്തുള്ള ഒരു ഇറച്ചിവെട്ട് കടയിൽ പോവുകയും അവരുടെ മാലിന്യം ആരാണ് എടുക്കുന്നതെന്ന് ചോദിച്ച് തുടർന്നുള്ള അന്വേഷണത്തിലാണ് നമുക്ക് ഈ വണ്ടി നമ്പറും ഈ മെറൂൺ കളറുള്ള കാറും ഇന്ന വ്യക്തിയുടെ ഉള്ള പേര് ഒരു മാഹിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചേലക്കാട്ട് പറമ്പിൽ കോട്ട എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുമാണ് ഈ വാഹനം നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ തുടർന്ന് നമ്മുടെ പ്രസിഡന്റിനോട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോലീസിന് കേസ് കൈമാറാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. തൃശൂർ ജില്ലാ ഗ്യാസ് ഏജൻസീസ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചോട്ടു ഗ്യാസിന്റെ വിതരണോദ്ഘാടനവും നടന്നു. ചാവക്കാട് നഗരസഭാ കെട്ടിടത്തിലേക്ക് മാറ്റിയ പുതിയ ഓഫീസ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് VR മുരളി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് KM അലി, TS ദാസൻ, ബോർഡ് വൈസ് പ്രസിഡന്റ് TR ഉദയൻ, ബോർഡ് അംഗങ്ങളായ CR സിബി, NK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ശിവൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA ശൈലജ, ട്രഷറർ KC ബൈമി, ഏരിയ സെക്രട്ടറി EK നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ നെടുപുഴ യൂണിറ്റ് സമ്മേളനം AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജസ്മി സജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു മുകുന്ദൻ, ട്രഷറർ ES ജിഷ, സുരേഷ് ബാബു, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വർഷവും നമ്മൾ കൺവെൻഷൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഒരു കാഴ്ചപ്പാട്. എല്ലാ സംഘങ്ങളിലും ഒരു മാർഗരേഖ പുസ്തകം അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും സംഘങ്ങളുടെ കയ്യിൽ. പാർട്ടികളെയും മതസംഘടനകളെയും പഴഞ്ഞി ഇമ്മാനുവേൽ മാർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, ഇടവകയിലെ വിവിധ വാർഡുകളുടെയും സംഘടനകളുടെയും സ്റ്റാളുകൾ, ഗെയിമുകൾ, പാചക മത്സരം എന്നിവ ഉണ്ടായി. വികാരി ഫാദർ അനു ഉമ്മൻ, ട്രസ്റ്റി VK ഡെന്നി, സെക്രട്ടറി സാം മോൺസി, ജോയിന്റ് ട്രസ്റ്റി TG രാജു, കൺവീനർ ഷെബിൻ സണ്ണി, ജോയിന്റ് കൺവീനർ CT ലിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ കൊടിക്കാൽ സ്ഥാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരളയാത്രയുടെ ഭാഗമായാണ് കൊടിക്കാൽ നാട്ടിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം ജുമാ മസ്ജിദിൽ സ്വലാത്ത് ഖുത്തുബിയത്ത് വാർഷികവും റിഫായി റാത്തീബും നടന്നു. സയ്യിദ് ഷറഫുദ്ദീൻ സഅദി അൽ മുഖൈബിലി മുളവൂർ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ഹാഫിള് KA മുഹമ്മദ് ബഷീർ ഖിറാഅത്ത് നടത്തി. ഖത്തീബ് മുഹമ്മദ് ഷരീഫ് സുഹരി നെന്മാറ ഖുത്ബിയത്തിന് നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. പൊതുസമ്മേളനം മുഹമ്മദ് ഷരീഫ് സുഹരി നെന്മാറ ഉദ്ഘാടനം ചെയ്തു. ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ആദൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൾ ഇബ്രാഹിം ഫൈസി പുറത്തൂർ, ജുമാ മസ്ജിദ് സെക്രട്ടറി KV ഹൈദർ, സയ്യദ് അബ്ദുൽ ജലീൽ ഹൈദ്രൂസി, MKM തങ്ങൾ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭഗത് സിംഗിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാവ് C ദാവൂദ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ DYFI ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, CPM ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, KS വിഷ്ണു, TM ഷഫീഖ്, CS ഷിജിത്ത്, മുഹമ്മദ് റിനൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് പുൽക്കൂടും പാരിതോഷികവും നൽകി. പ്രസിഡന്റ് സൈമൺ മഞ്ഞളി, സെക്രട്ടറി ഗ്രേസി ബാബു, വിൽസൺ കുന്നംകുളത്ത്, ദേവസി V എലുവത്തിങ്കൽ, ലിസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SMJ കുന്നംകുളം റേഞ്ച് മദ്രസ കലോത്സവം കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളി സിറാജുൽ ഹുദ മദ്രസ അങ്കണത്തിൽ നടന്നു. മഖാം സിയാറത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ജാറം മസ്ജിദ് ഇമാം മുഹമ്മദ് ഷരീഫ് സുഹരി നേതൃത്വം നൽകി. റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി അധ്യക്ഷനായി. മസ്ഊദ് അഷ്റഫി സംസാരിച്ചു. 20 ഇനങ്ങളിലായി 200 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏനാമാവ് റെഗുലേറ്റർ നവീകരണം കേസിൽ കക്ഷി ചേരാൻ ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. കോടതി പരാമർശത്തിന്റെ പേരിൽ KP വിശ്വനാഥന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KPയുടെ രാജി തിളക്കമാർന്ന നിലപാടുകളുടെ അടയാളമെന്നും രമേശ് ചെന്നിത്തല. ശക്തമായ കാറ്റിൽ വഴക്കുംപാറയിൽ മരം വീണ് 14 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. 2 ട്രാൻസ്ഫോർമറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചുവല്ലൂർ സ്വദേശി അൻസാറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കർഷകർക്ക് ആശ്വാസമായി നേന്ത്രക്കായ്ക്ക് വിപണിയിൽ വിലയേറുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള വരവും കേരളത്തിലെ വിളവെടുപ്പും കുറഞ്ഞതാണ് നേന്ത്രക്കായ്ക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.